And it is in dying that we are born to eternal life. ഈശ്വര, ഇതിപ്പോ 3 ഇതിനൊരു അവസാനമില്ലേ? എനിക്ക് പണി കിട്ടുമോ? ഇന്റർവ്യൂ കഴിഞ്ഞ് മോൾ ഇവിടെ തന്നെ ഇരുന്നാ മതി, അച്ഛൻ വന്ന് പിക്ക് ചെയ്യാം. ശരി അച്ഛാ. ഇവന്മാരെ തട്ടണം, എന്നാൽ എന്റെ പ്ലാൻ നടക്കൂ. ചേട്ടാ, അതെ 9 മണി കഴിഞ്ഞിട്ട് ഈ റിസപ്ഷനിൽ ആരും വന്നിട്ടില്ലല്ലോ. വരേണ്ടവരൊക്കെ വരേണ്ട സമയത്ത് എത്തിച്ചോളൂ. അല്ല, ഒരു ഓഫീസൊക്കെ ആവുമ്പോ കൃത്യസമയത്ത് എത്തണമല്ലോ. എടോ, ഇതൊക്കെ അന്വേഷിക്കാൻ അവിടെ ആളുണ്ട്. ഇയാൾ ഇന്റർവ്യൂവിന് വന്നതല്ലേ ഉള്ളൂ, അല്ല ജോലി കിട്ടി കയറിയിട്ടൊന്നും ഇല്ലല്ലോ. അല്ലേട്ടാ, ഈ ജോലി എങ്ങനെയെങ്കിലും കിട്ടിയപ്പോ എന്താ ചെയ്യണ്ടേ? അതറിയാതെ ഞാൻ ഇവിടെ പ്യൂണായിട്ട് നിൽക്കുവോ? ഈ എന്റെ ആളെങ്ങനെയാ കാശ് കൊടുത്താ വളയുന്ന ടൈപ്പാണോ? ഞാൻ വളച്ച് നോക്കിയിട്ടില്ല. ചേട്ടൻ എന്താ ഒരു സഹകരണം ഇല്ലാത്ത? എനിക്ക് ഈ ജോലി കിട്ടിയ ചേട്ടന് ചില ഉപകാരങ്ങളുണ്ടെന്ന് വെച്ചോ. ഏത്? എടോ, ദാ അവിടെ ഇരിക്കുന്ന അവന്മാരും കുറച്ചു മുമ്പേ എന്റെ അടുത്ത് അങ്ങനെ ആവുമെന്ന് പറഞ്ഞത്. എന്റെ പൊന്നനിയ, ഇത്രയും സഹായങ്ങളൊന്നും സ്വീകരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഓഹോ, അപ്പൊ അവന്മാർ ഇപ്പോഴേ ഇവിടെ സ്വാധീനം ചെലുത്തി തുടങ്ങിയല്ലേ? ഇവന്മാർക്കറിയില്ലല്ലോ കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതെന്ന്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്കെന്താ വട്ടാണോ? 30,000 രൂപ സാലറിയുള്ള ഒരു ജോലി കളഞ്ഞിട്ട് ഒരു ഡോക്ലി കമ്പനിയിൽ വെറും 7,500 രൂപയ്ക്ക് കയറാം. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, 30,000 രൂപ കൊടുത്താലും കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടിയാ ഞാൻ എന്റെ പഴയ ജോലി കളഞ്ഞതും പുതിയ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തതും. 30,000 രൂപയേക്കാൾ വിലയുള്ള ആളോ? അതാരാ? 33 കോടി ദൈവങ്ങളും ചേർന്ന് എനിക്ക് വേണ്ടി കടഞ്ഞെടുത്ത വെണ്ണക്കൽ ശില്പമാണ് അളിയ ആ പെൺകുട്ടി. അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. അതാണ് എന്റെ പ്ലാൻ. അവൾക്ക് മുമ്പിൽ ഈ 30,000 രൂപ വെറും പുല്ലാണ്ട, പുല്ലേ. ഈ ജോലി എനിക്ക് തന്നെ കിട്ടുമായിരിക്കൂല്ലേ? എന്താ ഈ ഇന്റർവ്യൂ എപ്പോ തുടങ്ങും? ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. MD അരമണിക്കൂറിനകം വരും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ വിസിറ്റേഴ്സ് ഡയറിയിൽ പേരും ഫോൺ നമ്പറും എഴുതിക്കോ. നിങ്ങൾ എഴുതിക്കോളൂ. ഹലോ. ഓഹോ, രാജി ഗോവിന്ദ് മിഥുൻ 9995650067. അപ്പൊ ചേട്ടൻ പോയിട്ട് ഇപ്പൊ വരാം. ഇനി പണി തുടങ്ങാം. രാജി? അതെ. ഇത് ഗോവിന്ദ്. അതെ. മിഥുനല്ലേ? നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും വർക്കിംഗ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ജോലിക്ക് എടുത്താലല്ലേ എക്സ്പീരിയൻസ് കിട്ടൂ. പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെന്റെ 47ാമത്തെ ഇന്റർവ്യൂ ആണ്. ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ബിർള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. എവിടെ? ബിർള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. പക്ഷേ കിട്ടുന്ന തോന്നുന്നില്ല. ധാരാളം ആളുകളുണ്ടായിരുന്നു. Excuse me. Hello. Is this Govind? Yes, speaking. This is from Birla Software Solutions. Yes, sir. നിങ്ങൾ ഇന്നലെ ഇവിടെ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിൽ നിന്നും നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ സാർ. എത്രയും വേഗം ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സീ യു സൂൺ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. എനിക്ക് ജോലി കിട്ടി. 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 അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ ഇവിടെയല്ല, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, സൊല്യൂഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അങ്ങനെ ഒരുത്തൻ ഒഴിവായി. എക്സ്ക്യൂസ് മീ, കുട്ടിയുടെ അച്ഛനാണോ നേരത്തെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്? അതെ ഒരു ഖദറൊക്കെ ഇട്ടിട്ട്? അതെ. എന്താ? ഇല്ല, ഒന്നുമില്ല. നല്ല കട്ടി മീശയൊക്കെ ഉള്ള. എന്താന്ന് വെച്ചൊന്ന് വേഗം പറ, എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഓ അതെ, കുറച്ചു മുമ്പേ ഞാൻ താഴെ പോകുമ്പോ താഴെ ഒരാൾക്കൂട്ടം ആക്സിഡന്റോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഈ കുട്ടിയുടെ അച്ഛനെ പോലുള്ള ഒരാളെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. അയ്യോ, ഏയ് പേടിക്കാനൊന്നുമില്ല, തലേന്ന് കുറച്ച് ബ്ലഡോ മറ്റോ എന്താ പോയെന്നേ ഉള്ളൂ. ഈശ്വര, എന്റെ അച്ഛൻ. അടുത്തതും പോയി കിട്ടി. ഇവൻ വായിച്ചു പഠിച്ചത് കൊണ്ടുപോവോ? ഹായ് മിഥുൻ, എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? ഏത് കോഴ്സ് കഴിഞ്ഞാ വന്നിരിക്കുന്നേ? ബികോം. ഓ, എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണിത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ബികോമിന്റെ റിസൾട്ട് ഈ വീക്ക് തന്നെ വരുന്ന പറഞ്ഞത്. അതേതായാലും പാസ്സാവും. ഇത്ര വരെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ മതിയല്ലോ അല്ലേ? പിന്നെ മതിയോ? ഹലോ അളിയാ, എവിടാ? ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നാ. ബികോമിന്റെ റിസൾട്ട് വന്നോ? ഓൾ പാസ്സാ. കൺഗ്രാറ്റ്സ് അളിയാ. അതെ, ബികോമിന്റെ റിസൾട്ട് വന്നെന്ന്. ആണോ? എന്റെ ഫ്രണ്ട് യൂണിവേഴ്സിറ്റി നിപ്പുണ്ട്. രജിസ്റ്റർ നമ്പർ ഞാൻ നോക്കി പറയാൻ. 11067. എടാ 11067. നീ ഒന്ന് നോക്കിക്കേ, ഇപ്പൊ പറയാട്ടോ. രണ്ടെണ്ണം പോയോ? നീ ഒന്നുകൂടെ നോക്കിയേ. ഉറപ്പാണോ? ഉറപ്പാണെന്ന്. പിന്നെ എന്തൊക്കെയുണ്ടോ ഈ വിശേഷം? സുഖം തന്നെയല്ലേ? വെൽ മിസ്റ്റർ വിഷ്ണു, ഇവിടെ ആകെ ഒരു പോസ്റ്റിന്റെ വേക്കൻസി ഉള്ളത്, ഒരു റിസപ്ഷനിസ്റ്റിന്റെ. കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് യു ആർ സെലക്ടഡ്. ഓ, താങ്ക് യു സർ. വീണ, സർ. ദിസ് ഈസ് വിഷ്ണു, അവർ ന്യൂ റിസപ്ഷനിസ്റ്റ്. ഹലോ. ഹായ്. വിഷ്ണു, ദാറ്റ്സ് വീണ. ഈ കുട്ടിയുടെ മാരേജ് ആണ് നെക്സ്റ്റ് വീക്ക്. ആ പോസ്റ്റിലേക്കാണ് വിഷ്ണുവിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ചേർന്ന് എനിക്കൊരു മുട്ടൻ പണി തന്നു. സാർ ലഡ്ഡു. എന്തോത്തിന്റെ ലഡ്ഡു? വീണ മാഡത്തിന്റെ കല്യാണത്തിന്റെ ലഡ്ഡുവാ. ആ